നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എന്റെ മനസ്സിലും നല്ല വാണിയായി നാവിന്റെ തുമ്പിലും നല്ല ചെയ്തിയായ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റു വിശിഷ്ട വ്യക്തികൾ, ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുക എത്തിച്ചേർന്നിട്ടുള്ള ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർ, ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഈ സ്കൂളിലെ അധ്യാപകരെ, നമസ്കാരം. ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തിന്റെ ഐക്കൺ, പുറമേക്ക് അറിയപ്പെടുന്നതിന്റെ പെരുവേക്കട് സ്കൂൾ എന്നുള്ള ഒരു പ്രദേശമാണ്. 109 വർഷം പിന്നിടുകയാണ് നമ്മുടെ വിദ്യാലയം. ഒരു കാലഘട്ടത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു വന്നു. ഇന്ന് ഏറെ മാറി ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക് നിലവാരവും ഒക്കെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ മാറുന്നതിന്റെ ഭാഗമാണ് ഈ വിദ്യാലയം ഏറെ മാറി ഇന്ന് പുതിയൊരു കെട്ടിടത്തിലേക്ക് ഇതിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും നൂറ്റാണ്ടിന്റെ കഥ പറയുന്ന ഒരു വിദ്യാലയം നമ്മുടെ പ്രദേശത്ത് നിന്നും നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ടും മറ്റും ഒരുപാട് വ്യക്തി നമ്മുടെ രാജ്യത്തിന്റെ എല്ലാവിധ വളർച്ചയ്ക്കും ഒഴുകുന്ന വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്നുള്ള ആ കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ തിരിച്ചറിവ്, സ്വന്തം താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് രാഷ്ട്രത്തിന്റെ താല്പര്യവും ജനതയുടെ വളർച്ചയും മുന്നിൽ കണ്ടുകൊണ്ട് തുടക്കം കുറിച്ചിട്ടുള്ളതാണ് ഇത്തരം വിദ്യാലയങ്ങൾ. അന്ന് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണെന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് സമൂഹത്തിന് വലിയ പിന്തുണ നൽകിയിട്ടുള്ള അത്തരം ആളുകളുടെ ആ കാലത്തെ സേവനത്തെ നമ്മൾ വിസ്മരിച്ചിരുന്നു. ഇന്ന് നമ്മൾ രാജ്യവും ലോകവും ഒക്കെ തന്നെ വലിയ മുന്നേറ്റത്തിലാണ്. നമ്മളെല്ലാവരും ഒരു സ്കൂളിന്റെ കെട്ടിടം എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിലയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇതിന്റെ പുതിയ മാനേജ്മെന്റ് ഈ കെട്ടിടം വിഭാവനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ സദസ്സിന് വേണ്ടി, സ്കൂൾ മാനേജ്മെന്റിന് വേണ്ടി ഈ ചടങ്ങിലേക്ക് ഹാജരോടെ സ്വാഗതം ചെയ്യും. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട കോഴിക്കോടിലെ MP MK രാഘവൻ അയവരായിരുന്നു. അവിചാരിതമായ ഒരു പ്രോഗ്രാം ഉള്ളതിനാൽ അദ്ദേഹം കർണാടകയിലേക്ക് പോയതിന്റെ അടിസ്ഥാനത്തിലാണ്, ഇന്നലെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചെറിയൊരു മാറ്റം വരുത്തി അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ ശ്രീമതി UC പ്രീതി, അതേപോലെ ഈ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ ഒരു പൂർണ്ണകായ പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, രാഷ്ട്രപിതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്ന് പതിവൂറും തമസ്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും അതേപോലെ വിദ്യാലയങ്ങളിലും ഒക്കെ തന്നെ മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ ഉണ്ടാവണമെന്ന് സർക്കാരിന്റെ ഒരു നിർദ്ദേശം കൂടെ ഉണ്ട്. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ സ്കൂളിന്റെ ഉദ്ഘാടനത്തോടച്ച് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഇവിടെ നമ്മൾ ഇന്ന് അനാച്ഛാദനം ചെയ്യുന്നു. ആ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ സൊസൈറ്റി ലീഗൽ സൊസൈറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ഷൈജൽ MP സബ് ജഡ്ജ് അവരുകളാണ്.
അദ്ദേഹം ഏതാനും സമയത്ത് എത്തിച്ചേരും. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപിക അസീമ ടീച്ചർ, PTA പ്രസിഡന്റ് ബലോബ്, മുൻ പ്രധാന അധ്യാപകനും ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിൽ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായുള്ള അഖിലേഷ് മാസ്റ്റർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ ആളുകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനും നേരത്തെ സൂചിപ്പിച്ച പോലെ ഊർജ്ജസ്വലമായ നേതൃത്വത്തോടുകൂടി ഇതിന്റെ മാനേജ്മെന്റ് ധൈര്യസമയം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രവർത്തനത്തിലെല്ലാം തന്നെ മുഴുവൻ സമയം നിറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ടതിന്റെ മാനേജർ സൂരജ് അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്നല്ലേ ബോബോട്ടൻ, ഹസീന ടീച്ചർ, സുരേഷ് മാസ്റ്റർ, ഗുരുനാഥൻ കൂടിയാണ്, ഷക്കീർ ഖാൻ, അഖിലേഷ് മാഷ് തുടങ്ങി ഈ പെരുവഴിക്കടവ് എന്ന വിദ്യാലയത്തിനെ സ്നേഹിക്കുന്ന എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾ, വളരെയധികം വികാരനിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇവിടെ ഇങ്ങനെയൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൻ്റെ പ്രധാന കാരണം എന്നത് ഒരു കാലഘട്ടത്തിലെ കഷ്ടപ്പാടും ദാരിദ്ര്യവുമായിരുന്നു എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുണ്ടക്കൽ, ചാത്തങ്കാവ്, കുരിക്കത്തോർ, പെരുവഴിക്കടവ് ഒരു പ്രദേശം, ഒരുപാട് പ്രദേശത്തിലെ വിദ്യാർത്ഥികൾ തന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ കാലഘട്ടത്തിലെ പട്ടിണി, ഒരു നേരത്തെ ഉപ്പുമാവോ കഞ്ഞിയോ അവന്റെ വയറു നിറയ്ക്കുമെങ്കിൽ ആ വയറു നിറഞ്ഞതിന്റെ, അവരുടെ മനസ്സ് നിറഞ്ഞതിന്റെ, ആ ആദ്യാക്ഷരം കുറിച്ചതിന്റെ ഐശ്വര്യമായിരിക്കാം ഇത് തകർന്ന് അടിയാതിരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതൊരു സമൂഹത്തിൽ നിന്നും ഉണ്ടായതാണ്. വാപ്പടിപ്പറമ്പത്ത് എന്ന സ്ഥലത്താണ് ഈ എഴുത്തുപള്ളിക്കൂടം 1914 രൂപീകരണമായത്. അന്ന് ഈ രാജ്യം ബ്രിട്ടീഷ് അധിനിവേശ രാജ്യമായിരുന്നു എന്നതും അന്നത്തെ തലമുറ സ്വാതന്ത്ര്യം വഹിക്കാത്തവരായിരുന്നു എന്നും നമുക്കറിയാം. എന്നാൽ ഇന്നത്തെ തലമുറ എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയും എല്ലാ സുഖ സൗകര്യത്തോടു കൂടിയും വിദ്യാഭ്യാസം അനുഷ്ഠിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായി. ഇത് ഒരു അപകട തലത്തിലേക്കും നമ്മൾ പോകുമ്പോൾ ആദിയോടെ നിൽക്കുന്നവരായിരിക്കും മാതാപിതാക്കൾ, തീർച്ചയായിട്ടും അമ്മ. എന്ത് ധൈര്യത്തിലാണ് ഇത് ചെയ്യുന്നത് എന്നതാണ് അമ്മ പലപ്പോഴും എന്നെ പിന്നോട്ട് വലിച്ചത്. പക്ഷേ എന്റെ അച്ഛന്റെ അച്ഛൻ രാമൻകുട്ടി മാസ്റ്റർ ഈ വിദ്യാലയത്തിനെ സ്നേഹിച്ചതും അദ്ദേഹം ഈ പൊതുജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് വെച്ചൊരു ആശയം ഉണ്ടായിരുന്നു. എല്ലാ മത ജാതി വിഭാഗങ്ങൾക്കും അതീതമായി ഒരു വിദ്യാഭ്യാസം നൽകുക, ഒരു സമൂഹത്തിനെ കെട്ടിപ്പടുക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു സമൂഹത്തിന്റെ അന്നത്തെ വയറു നിറഞ്ഞതിന്റെയും ആദ്യാക്ഷരം കുറിച്ചതിന്റെയും ഫലമായിരിക്കും ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കാനുള്ള കാരണം. അദ്ദേഹത്തിന്റെ, രാമൻകുട്ടി മാഷന്റെ മകന്റെ മകന് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ കാരണമായത്. പണം ഒന്നുമല്ല, പണം ആരും ആക്കൊന്നുമില്ല. സ്നേഹം കൊണ്ട് നമ്മൾ ഒരുപാട് നേടുന്നു.
ഇന്ന് ഈ വേദി തൊട്ടരികിൽ ഇങ്ങനൊരു അതിമനോഹരമായി നിൽക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെ സ്നേഹമാണ്, പണമല്ല. പണമുണ്ടെങ്കിൽ ഇന്ന് എന്റെ അച്ഛന്റെ പേരിൽ, പണം ഉണ്ടായിട്ടും ഇന്ന് എന്റെ അച്ഛന്റെ പേരിൽ ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പലിശയ്ക്ക് പണം വാങ്ങിയിട്ടാണ് ഈ സ്ഥലം വാങ്ങിയത് എന്നാണ് സത്യം. 20 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിയിട്ട് 80,000 രൂപ ഒരു മാസം കൊടുത്തിട്ടാണ് ഈ രജിസ്ട്രേഷൻ നടത്തിയത്. 6,40,000 രൂപ പലിശ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടി. അതിനൊക്കെ എന്റെ ബലം ഞാനല്ല ഇത് ചെയ്തത് എന്ന പരിപൂർണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. MLAക്ക് സമയമില്ല, പെട്ടെന്ന് പോകണം. ഇത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ചേരുന്നതിന് വേണ്ടി ഗോപാലകൃഷ്ണ ഗോഖലെ അദ്ദേഹത്തെ സ്വീകരിച്ചു. അന്ന് ഈ വിദ്യാലയത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഒരു നല്ല വിദ്യാലയമായി, ഇത് ഒരു സംസ്കാരമുള്ള സമൂഹമായി വളർത്തിയെടുക്കാൻ എന്നെ പോലെ തന്നെ ഇന്ന് ഈ എന്റെ അച്ഛന്റെയും മുകളിൽ രാമൻകുട്ടി മാഷ പേര് വരാതിരുന്നത് എന്ന സത്യം ഞാൻ നിങ്ങളോട് ബോധിപ്പിക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ, സാമ്പത്തികമല്ല, ഒരുപാട് നമ്മൾ അനുഭവിക്കുന്ന, നിങ്ങളെ പോലെ തന്നെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് ഈ ഒരു കെട്ടിടം, ഈ ഒരു എന്താ പറയാ സൗകര്യം ഇവിടെ നിലനിർത്തുന്നത്. എന്റെ പണം കൊണ്ടോ അഹംഭാവം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുകൊണ്ടുമല്ല. ഇവിടെ നിന്നും വരുന്ന പണം എന്ന് ബഹുമാനപ്പെട്ട ജഡ്ജി ML നിയമസഭയിൽ ഉള്ള ആളുകൾക്ക് വരെ അറിയാം ഒരു മാനേജ്മെന്റ് എന്താണ്. ഇവിടെയുള്ള പണമല്ല, അതിന്റെ ഇരട്ടിയല്ല, അതിനേക്കാൾ ഇരട്ടിയാണ് ഈ വിദ്യാലയത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാനായി ഇവിടെ സന്നിധരായിട്ടുള്ള ബഹുമാനപ്പെട്ട ജഡ്ജി ക്ഷണിച്ചത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ UC പ്രീതി, പ്രധാനാധ്യാപിക ഹസീന, ബഹുമാനപ്പെട്ട ബാബു നെല്ലോളി, PTA പ്രസിഡന്റ് ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരന്മാരെ, വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നതെല്ലാം എന്ന ബഹുമാനപ്പെട്ട മാനേജറും ഈ ചടങ്ങിൽ അധ്യക്ഷനുമായ സൂരജ് വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ സ്വഭാവത്തെ വാർത്തെടുക്കുന്ന ഒന്നാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ സൂരജ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. ഒരു ബെഞ്ചിലിരിക്കാൻ, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം പാകം ചെയ്ത ആളുടെ ജാതി നോക്കാതെ അത് കഴിക്കാൻ ഒക്കെ നമ്മൾ പരിശീലിക്കുന്നത് ഈ കലാലയങ്ങളിൽ നിന്നാണ്, പൊതുവിദ്യാലയങ്ങളിൽ നിന്നാണ്. പൊതുവിദ്യാലയങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. കാരണം ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി നമ്മൾ ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കുന്നു എന്നുള്ളതാണ്. മാറി വരികയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഉപ്പുമാവിന്റെ കാലം പറഞ്ഞു, അതിന്റെ മുമ്പ് ഒരു കാലം ഉണ്ടായി. ഉപ്പുമാവ് വളരെ അടുത്ത കാലത്താണ് നമ്മൾ ഉപ്പുമാവ് നിർമ്മിയത്. അതിന് മുമ്പേത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ രാജ്യം ഏറെ പുരോഗതി പ്രാപിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിലും, രാജ്യത്തെല്ലായിടത്തും ഞാൻ പറയുന്നില്ല എങ്കിലും നമ്മളൊക്കെ തന്നെ ഈ ഒരു സ്ഥിതിയിലേക്ക് വന്നു. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തത് കൊണ്ടാണ് അവര് പൊതുസമൂഹത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം തറവാട്ടിൽ നിന്നും ഭിന്നമായ രീതിയിൽ നമുക്കൊരു ലോകമുണ്ട് എന്ന് അവരറിയുന്നത് നമ്മുടെ കലാലയങ്ങളിൽ നിന്നാണ്.
ഇവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ പോകുന്നുണ്ട്. സർക്കാരിന്റെ നിർദ്ദേശമുണ്ട് എന്നിവിടെ സൂചിപ്പിക്കേണ്ട. ഏതായാലും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് നിർദ്ദേശമുള്ളത്. ഈ സ്കൂളില് കുന്നമംഗലത്ത് പ്രതിമ നിർമ്മിച്ചിട്ടുള്ള ആള് തന്നെയാണ് ഇവിടെയും നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് നേരെയുള്ള ഒരു കനത്ത ഒരു വെല്ലുവിളിയായി, ഒരു പ്രതിരോധമായി നമുക്ക് എല്ലാ ഇടങ്ങളിലും മഹാത്മാഗാന്ധിയെ സ്മരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹമാണ് ഐക്യത്തിനെതിരെ, അനാചാരത്തിനെതിരെ നല്ല സമരം നയിച്ചുകൊണ്ട് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതുകൊണ്ടാണ് ആ മഹാത്മാവിനെ നമ്മളെല്ലായിടത്തും ആദരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം അദ്ദേഹമാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ശില്പി എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിയുണ്ട്, സർദാർ വല്ലഭായ് പട്ടേലുണ്ട്, അബ്ദുൽ കലാം ആസാദുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ശക്തമായ രീതിയിൽ അവർക്ക് പിന്തുണ നൽകി അധികാരത്തിന്റെ ഒരു അപകർഷണവും ഭുജിക്കാതെ തന്നെ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കലാലയങ്ങളും, നമ്മളെല്ലാ സ്കൂളുകളും നമ്മൾ നോക്കിയാൽ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നുണ്ട്. പക്ഷേ ചെറിയൊരു പരിമിതി കേരളത്തിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്തു പോയാൽ 2 തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഒന്ന് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 2 സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കേരളത്തില് അത് 3 തട്ടിലാണ്. എയ്ഡഡ് സ്കൂളുകൾ കൂടിയുണ്ട്. ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് മാനേജ്മെന്റാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി അദ്ദേഹം എന്തുകൊണ്ടത് ചെയ്യുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ നിശ്ചയദാർഢ്യത്തോടുകൂടി കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കി അതിന് വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള മാനേജ്മെന്റുകൾ ആണ് യഥാർത്ഥത്തിൽ എടുത്തു പറയേണ്ടത്. സർക്കാരിന് പണം ഉണ്ടാകും, പക്ഷെ മാനേജ്മെന്റ് സ്കൂളുകൾ 109 വർഷമായി സ്കൂള്, ആ സ്കൂള് അന്ന് ഉണ്ടാക്കിയ ആളുകളെ നമ്മൾ അംഗീകരിക്കണം. ഇന്ന് ഇതുപോലെ നിസ്വാർത്ഥമായി സ്വന്തം പ്രയത്നം കൊണ്ട് അതിനെ പുരോഗതി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MP ഇന്നലെ കൊടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അടിയന്തരമായി അദ്ദേഹത്തിന് പാർട്ടിപരമായ ചില കാര്യങ്ങൾക്ക് അദ്ദേഹം പുറത്തു പോയതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഈ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അറിയിച്ചു ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഷൈജൻ സബ്ജക്റ്റ് ക്ഷണിക്കണം. ആദ്യം ചേട്ടാ വരൂ.